നമസ്കാരം പ്രിയരെ, സർവം കൃഷ്ണാർപ്പണമസ്തു. ജയശ്രീ രാധേ രാധേ. പ്രിയരെ, ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു പ്രത്യേക വിഷയമാണ്. കാരണം എല്ലാ രംഗത്തും, എല്ലാ ഫീൽഡിലെന്ന് പറയില്ല, എല്ലാ രംഗത്തും ഈ പുഴുക്കുത്തുകളുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ ഭക്തി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ പിന്നിലും ഉണ്ട് കുറേ പുഴുക്കുത്തുകൾ. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളോട്, അമ്മമാരോടും സഹോദരിമാരോടുമാണ് പ്രത്യേകിച്ച് ഞാനിന്ന് പറയുന്നത്. കാരണം ഈ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കുള്ളിലേക്ക് ചിലർ നുഴഞ്ഞു കയറി വരും. കാരണം നമ്മളുടെ പ്രശ്നങ്ങളാണ് അവൻ്റെ എന്താ പറയുക, അതിൽ നിന്നാണ് അവൻ മെച്ചമുണ്ടാക്കാൻ ശീലിച്ചിട്ടുള്ളത്. കാരണം അത് മുതലെടുക്കുക, നമ്മളുടെ പ്രശ്നങ്ങൾ മുതലെടുത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുകൂടി നശിപ്പിക്കുക, അവനെ സന്തോഷിക്കുക, പണമുണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് ലക്ഷ്യം. അങ്ങനെയുള്ളവർ ഈ ഭക്തിയുടെ രംഗത്തും ഇഷ്ടംപോലെ ഉണ്ട്. അത് തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പം തന്നെ ഓൺലൈൻ വഴിയൊക്കെ നമ്മളെ ഭക്തി ഉപദേശിക്കുകയും, ഇപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ നടത്തുന്ന പോലെ തന്നെയാണ് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഇതുപോലെ ഭക്തിയുടെ പേരും പറഞ്ഞ് ചാനലുകളും ഗ്രൂപ്പുകളും എല്ലാം നടത്തുകയും, അതിൻ്റെ പേരിൽ ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളെ സാന്ത്വനിപ്പിക്കാൻ എന്ന പേരിൽ ഇവർ പല ഉപദേശങ്ങൾ കൊടുക്കുകയും ഫോൺ നമ്പർ വാങ്ങിക്കുകയും പിന്നെ തുടർച്ചയായ വിളികളാവും. പിന്നെ എവിടെയെങ്കിലും പൂജയോ കാര്യങ്ങളോ വഴിപാടോ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിപ്പിക്കും. ലോഡ്ജുകളിലും ഹോട്ടലുകളിലും ഒക്കെ താമസിപ്പിക്കും. പിന്നീട് അത് അവരുടെ ചിലപ്പോൾ ഭർത്താവുമായിട്ട് അകന്ന് കഴിയുന്ന സ്ത്രീകളായിരിക്കും, ചിലപ്പോൾ ചില രോഗപീഠകൾ കൊണ്ട് പ്രശ്നം അനുഭവിക്കുന്നവരായിരിക്കും. ഇവരെ എല്ലാം തന്നെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുകയും പിന്നീട് അത് വീഡിയോ, ഫോട്ടോ ഇതൊക്കെ എടുത്തിട്ട് അത് പിന്നീട് അവർക്ക് തന്നെ അയച്ചു കൊടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്യും, പൈസ പിടുങ്ങാനുള്ള ഒരു മാർഗമായിട്ട് ഉപയോഗിക്കുകയും, ഇത് വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ അറിയാമല്ലോ ഇതിൻ്റെ പിന്നീട് എന്താണ് ഉണ്ടാകുന്നത്. വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ നെറ്റിൽ പബ്ലിഷ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഭീഷണി മുഴക്കി പൈസ വാങ്ങിക്കും. അതല്ലെങ്കിൽ ഭർത്താവിന് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കും. അങ്ങനെയും പീഡിപ്പിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ സഹോദരിമാരും അമ്മമാരും ഒക്കെ അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങളുടെ പ്രശ്നങ്ങൾ അത് ഭഗവാനിൽ നേരിട്ട് അർപ്പിക്കുക. അതിനൊരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല. പിന്നെ മന്ത്രങ്ങൾ ഉപദേശിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരുണ്ട്, ചില മന്ത്രം പഠിപ്പിച്ച് തരാം. ഈ മന്ത്രം പഠിപ്പിച്ചിട്ട് തരാമെന്ന് പറഞ്ഞ് വരുന്നതിൽ കുറേയേറെ നല്ല പേരുണ്ട്. പക്ഷേ ഏറിയ പങ്കും ഈ ഉപദേശിക്കാൻ വരുന്നതിൽ ഏറിയ പങ്കും കള്ളന്മാരാണ്. നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളുടെ സാഹചര്യങ്ങൾ മുതലെടുത്ത് നമ്മളെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് പേര്, അത് എല്ലാ രംഗത്തും നല്ലവരേക്കാൾ കൂടുതൽ കെട്ടവരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്നെപ്പോലും വിശ്വസിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അങ്ങനെപ്പോലും നിങ്ങളാരും പെട്ടുപോകരുത് എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ പറയുകയാണ്. എന്നെപ്പോലും വിശ്വസിക്കേണ്ട. കാരണം ഈ ലോകം അങ്ങനെയാണ്. ഈ രക്തബന്ധത്തിലുള്ളവരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമാണ്. എന്നിട്ട് സ്വയം ചെന്ന് കുഴിയിൽ ചാടിയിട്ട് ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് നിങ്ങളുടെ വിധി, നിങ്ങൾ സ്വയം വിളിച്ചു വരുന്നതാണ്. അതിൽ ഭഗവാൻ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ എത്ര തന്നെ നമ്മൾ ദൈവവിശ്വാസികളാണെങ്കിലും താൻ പാതി ദൈവം പാതി എന്നുള്ളത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. നമ്മുടെ പാതി തെറ്റ് ചെയ്തിട്ട് ഭഗവാന്റെ പാതി ശരി ചെയ്യണം എന്ന് നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല. നമ്മളുടെ പാതി എപ്പോഴും ശരിയാക്കി വെച്ചാൽ ഭഗവാന്റെ പാതി എപ്പോഴും നമ്മളുടെ കൂടെ ശരിയായിരിക്കും എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ സ്വയം ചെന്ന് കുഴികളിൽ ചാടാതിരിക്കുക. മനസ്സിലാക്കുക. നമ്മളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ എത്ര അടുപ്പമുണ്ടെന്ന് പറയുന്നവർക്കും നമ്മൾ കൈമാറാതിരിക്കുക. നമ്മളുടേതായിട്ടുള്ള ചില സ്വകാര്യ ദുഃഖങ്ങളുണ്ട്. അത് ഏറ്റവും നല്ല ചങ്ങാതിമാർ, അത് നിങ്ങളിൽ സമരായവരോട്, അതായത് നിങ്ങളുടെ തന്നെ വർഗ്ഗക്കാരോട്, സ്ത്രീകളോടും പുരുഷനോടും പറഞ്ഞ് അങ്ങനെ സാന്ത്വനിപ്പിക്കുന്ന ചങ്ങാതിമാരെ മാത്രം ജീവിതത്തിൽ ഉൾപ്പെടുക. അല്ലാതെ ചെന്ന് എതിർലിംഗക്കാരോട് പറഞ്ഞിട്ട്, അത് ആണായാലും ശരി പെണ്ണായാലും ശരി, ഈ രംഗത്ത് അധികവും
പുരുഷന്മാരാണ് ഈ ചതിപ്പണികൾ ചെയ്യുന്നത് എന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. എങ്കിലും പുരുഷന്മാർക്കിടയിലും സ്ത്രീകൾക്കിടയിലും ഉണ്ട് വഞ്ചകർ. അത് മനസ്സിലാക്കുക. നമ്മളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, നമ്മളുടെ ഫോട്ടോകൾ, വീഡിയോകൾ പിന്നെ ഒന്നും ആർക്കും കൈമാറാതിരിക്കുക. പിന്നെ ചില പ്രലോഭനങ്ങളിൽ വീഴരുത് കേട്ടോ. ഈ ഭക്തിയുടെ പേരും പറഞ്ഞ് പല വിധത്തിലുള്ള പറ്റിക്കലുകൾ നടക്കുന്നുണ്ട് കേട്ടോ. അതിലൊന്നും ചെന്ന് ആരും വീഴാതിരിക്കുക. ദൈവത്തിൻ്റെ അടുത്ത് പോലും നമുക്ക് ദൈവത്തിനെ പറയരുത്. ഞാനങ്ങനെ പറഞ്ഞു വന്നേ ഉള്ളൂ. അതായത് ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് നടക്കുന്ന പറ്റിക്കലുകളാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് പറ്റിക്കാൻ നടക്കുന്ന ഒരുപാട് പുഴുക്കുത്തലുകളുണ്ട് ഈ രംഗത്ത്. അത് നിങ്ങൾ ഓർത്തു വയ്ക്കുക. അതിലേക്ക് ചെന്ന് ഈ വിളക്കിൻ്റെ നാളത്തിലേക്ക് ഈയാമ്പാറ്റകൾ വീഴുന്നത് പോലെ നമ്മളുടേതായ പ്രശ്നങ്ങൾ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ച് സ്വയം ചെന്ന് ചാടാതിരിക്കുക. ഓക്കെ. അപ്പോൾ ഇതെല്ലാം എല്ലാ സഹോദരീ സഹോദരന്മാരും മനസ്സിൽ വയ്ക്കണേ എന്ന് ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ എന്നെപ്പോലും വിശ്വസിക്കരുതെന്ന്. കാരണം സ്വന്തം വീട്ടിലുള്ള സഹോദരനെയോ അച്ഛനെയോ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലം ഈയിടെ കടന്നു പോകുന്നുണ്ട്. ഒരുപാട് വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നതാണ്, ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ. എല്ലാവരിലും നല്ലവരുമുണ്ട്, കെട്ടവരുമുണ്ട്. അത് മനസ്സിലാക്കുക കേട്ടോ. എല്ലാ സഹോദരീ സഹോദരന്മാരും ചതിക്കുഴികളിൽ പെടാതിരിക്കുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ സർവം കൃഷ്ണാർപ്പണമസ്തു. ജയശ്രീ രാധേ രാധേ.